സദ്യയിലെ പ്രധാനപ്പെട്ട വിഭവങ്ങളിലൊന്ന് തന്നെയാണ് എരിശ്ശേരി. എരിശ്ശേരിയെ മറ്റ് കറികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ മണം തന്നെയാണ്. രുചിയും മണവും കൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് എരിശ്ശേരിക്ക്. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു എരിശ്ശേരിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് എരിശ്ശേരി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഇതാ ഒരു 1/4 കപ്പ് പിന്നേക്കാൾ താഴെ വെള്ളപ്പയർ എടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ 10 മിനിറ്റിന് ശേഷം അത് കഴുകിയെടുത്തിട്ട് ഞാൻ കുക്കറിലിട്ടിട്ട് ഒരു 3 വിസിൽ ലോ ഫ്ലെയിമിൽ വരുത്തിക്കാൻ പോകുന്നുണ്ട്. കുറച്ച് ഉപ്പും ലേശം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് നമുക്കൊരു 2-3 വിസിൽ ലോ ഫ്ലെയിമിൽ വരുത്താം. അതായത് വെള്ളപ്പയർ വെന്ത് കിട്ടണം. ഇപ്പം നമ്മുടെ വെള്ളപ്പയർ വെന്തിട്ടുണ്ട്. ആ വെള്ളത്തിൽ തന്നെയാണ്, ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ആ വെള്ളത്തിൽ തന്നെ നമുക്കിതാ ഒരു 1/2 കപ്പോളം, 1 കപ്പിനേക്കാൾ താഴെയുള്ളൂ, ഒരു 1/2 കപ്പോളം നല്ല പഴുത്ത മത്തനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂണോളം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേവിക്കാം. ഇതിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ടാണ് ഉപ്പിട്ട് കൊടുക്കാത്തത്. ഞാൻ കുക്കറിലിട്ടിട്ട് വിസിൽ വരുത്തുന്നില്ല. ഇനി നമ്മുടെ എരിശ്ശേരിയിലേക്കുള്ള കൂട്ടിനായിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു മിക്സിയിൽ ഞാൻ അരയാനുള്ളത് മാത്രമേ തേങ്ങ ഇടുന്നുള്ളൂ. ഒരു 1/4 കപ്പ് തേങ്ങയും ഒരു 1/8 ടീസ്പൂണോളം നമുക്ക് ജീരകം കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ജീരകമേ വേണ്ടൂ. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അരച്ച് കൊടുക്കാം. ഒരുപാട് ജീരകം ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു വേറൊരു ടേസ്റ്റ് വരും. നന്നായി അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതാ നമ്മുടെ അപ്പോഴേക്കും മത്തനും പയറും കൂടി വെന്ത് വന്നിട്ടുണ്ട്. ആ മിക്സിനെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാറ്റിലും. അപ്പോൾ ഇതാ നന്നായി മിക്സായി വന്നു എല്ലാ ഭാഗവും. എന്നിട്ടൊരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അധിക നേരം ആവേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ ഓഫ് ചെയ്യുന്നുണ്ട്. എല്ലാം മിക്സ് ചെയ്ത് റെഡായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ആഡ് ചെയ്താൽ നമ്മുടെ എരിശ്ശേരി കംപ്ലീറ്റ് ആവുള്ളൂ. അതിനായിട്ട് ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് ഓയിൽ ചേർക്കുക. 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടാകുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. കടുക് അങ്ങോട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഒരു 2 ചുവന്ന മുളകും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതാ കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അതിനി നന്നായിട്ട് ചുവക്കുന്നവരെ വറുത്ത് കൊടുക്കണം. എരിശ്ശേരിയുടെ വറവ് ഇതാ ഇങ്ങനെ ആയിരിക്കണം. ഇതിൻ്റെ മണമാണ് നമ്മളുടെ വീട് മുഴുവൻ ഉണ്ടാവുക എന്ത് സദ്യ ഉണ്ടാക്കിയാലും. പിന്നെ ഇതാ വെന്ത് ഓഫ് ചെയ്ത് വെച്ചിട്ടുള്ളതിലേക്ക് നമ്മുടെ എരിശ്ശേരിയുടെ ഈ കൂട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇതാ മത്തനും വൻപയറും കൊണ്ടുള്ള എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതാ സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഇതാ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ആ വറുത്തതും കൂടി വറുത്തിട്ടപ്പോഴാണ് ആ എരിശ്ശേരിയുടെ മണം അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കഴിക്കാനുള്ളൊരു ടെംപ്റ്റേഷൻ തന്നെ വരും കേട്ടോ. അപ്പോൾ ഇത് എരിശ്ശേരി പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരേക്കും ബൈ. താങ്ക് യു.